Hello, my dear students. Welcome back to Isaac's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പൊട്ടൻഷ്യോമീറ്ററിന്റെ കണ്ടിന്യൂഷനായി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ യൂസിങ് പൊട്ടൻഷ്യോമീറ്റർ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹൗ ക്യാൻ വി കമ്പയർ ദ EMF ഓഫ് ടു സെൽസ് ബൈ യൂസിങ് പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായി വരുന്നൊരു പ്രാക്ടിക്കലാണ് ടു ഫൈൻഡ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ യൂസിങ് പൊട്ടൻഷ്യോമീറ്റർ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ആ പ്രാക്ടിക്കലിന് ആവശ്യമായ തിയറീസ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യും. അതിനുശേഷം സർക്യൂട്ട് ഡയഗ്രാം, അപ്പാരറ്റസ്, ദെൻ പ്രൊസീജിയർ, ദെൻ ഫൈനൽ എക്സ്പ്രഷൻ അടക്കം ഡിറൈവ് ചെയ്യും. സോ ആർ ഈസിക്കൽ ടു ക്യാപിറ്റൽ ആർ ഇൻറ്റു L1 മൈനസ് L2 ബൈ L2. അപ്പോൾ L1 എന്താണ്, L2 എന്താണ്, ക്യാപിറ്റൽ ആർ എന്താണ്, സ്മോൾ ആർ എന്താണെന്നെ കുറിച്ചൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ആ ഇക്വേഷൻ എങ്ങനെയാണ് വന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഇതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ടു ഫൈൻഡ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ യൂസിങ് പൊട്ടൻഷ്യോമീറ്ററിലേക്ക് പോകുന്നതിന് മുന്നേ ഇതിനാവശ്യമായ രണ്ട് ബേസിക് പ്രിൻസിപ്പിൾസ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഫസ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ. The principle of the potentiometer is that for a wire having uniform area of cross section and uniform composition, the potential drop is directly proportional to the length of the wire. That means പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത് 10 മീറ്റർ ലെങ്ത്തുള്ള വയർ ആണ് പൊട്ടൻഷ്യോമീറ്റർ. അത് 10 മീറ്റർ ആവണം നിർബന്ധമില്ല. 1 മീറ്റർ ആയാലും 2 മീറ്റർ ആയാലും 3 മീറ്റർ ആയാലും ഒക്കെ പൊട്ടൻഷ്യോമീറ്റർ ആണ്. ബട്ട് ലെങ്ത് കൂടുന്തോറും ആ ഇൻസ്ട്രുമെന്റ് സെൻസിറ്റിവിറ്റി കൂടും. അപ്പോൾ മോസ്റ്റ്ലി എല്ലാ സ്കൂൾസിലും ഉണ്ടാകുന്നത് 10 മീറ്റർ ആണ്. അപ്പോൾ ഈ 10 മീറ്റർ വയറിൽ ഒരു 10 വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വയറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും അതുപോലെ തന്നെ ആ വയർ എല്ലാം ഒരേ മെറ്റീരിയലാണ് എങ്കിൽ 1 മീറ്ററിൽ കിട്ടുന്നത് 1 വോൾട്ട് ആയിരിക്കും. അതായത് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എല്ലാ വയറിനെ ക്രോസ് കറക്റ്റായിട്ട് എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യോമീറ്റർ 10 മീറ്റർ വയറിലെ പൊട്ടൻഷ്യോമീറ്ററിൽ 5 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 1 മീറ്ററിൽ 0.51 ഉണ്ടാവുക. അപ്പോൾ 10 മീറ്റർ കൂടി കിട്ടിയാൽ നമുക്ക് 5 വോൾട്ട് കിട്ടും. അല്ലെങ്കിൽ 20 വോൾട്ട് ആണെങ്കിൽ 1 മീറ്ററിൽ 2 വോൾട്ട് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് കൊടുക്കുന്ന വോൾട്ടേജിന് ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും, എല്ലാ വയറിലെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടൊരു ഒരു ബാറ്ററിയുടെ EMF അളക്കണമെങ്കിൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. അതാണ് കാരണം നമുക്ക് കിട്ടുന്ന നൾ ഡിഫ്ലക്ഷൻ മെത്തേഡിലാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന EMFും നമ്മളെ അളക്കേണ്ട EMFും കൂടി ക്യാൻസൽ ചെയ്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ പോകും. ആ പോയിന്റിൽ നമുക്ക് ലെങ്ത് ആണ് കിട്ടുക. പക്ഷെ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ പ്രകാരം ലെങ്ത് എന്താണോ കിട്ടുന്നത് അത് EMFന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. thereby we can find the EMF. അങ്ങനെയാണ് പൊട്ടൻഷ്യോമീറ്ററിൽ EMF ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ എക്സ്പ്രഷൻ ഈസ് EMF ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. അപ്പോൾ ബേസിക്കായിട്ട് ഇത്ര മനസ്സിലാക്കി വെക്കുക. നമുക്ക് അളക്കുന്നത് ലെങ്ത് ആണ്. ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ വി ഹാവ് an idea about EMF. So EMF is proportional to length. And second concept, the potential difference across the resistance when a current of I amps flow through it. അപ്പോൾ ഒരു സർക്യൂട്ടാണ്. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ്. സ്മോൾ ആർ എന്ന് പറയുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ടു ദി സെൽ. അപ്പോൾ EMF മാർക്ക് ചെയ്തിട്ടുണ്ട്, I കറണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. സോ ദ എക്സ്പ്രഷൻ വിച്ച് കണക്ടിങ് വോൾട്ടേജ് ആൻഡ് EMF നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. കാരണം EMF is greater than voltage. EMF എന്ന് പറയുന്നത് potential drop between the positive and negative terminal in open circuit, and voltage means the potential difference between the positive and negative terminal in closed circuit. EMF is always greater. പൊട്ടൻഷ്യൽ നിന്ന് EMF കിട്ടണമെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് കുറയ്ക്കണം. അതാണ് V ഈക്വൽ ടു IR. ദാറ്റ്സ് ഓംസ് ലോ. സോ V ഈക്വൽ ടു EMF മൈനസ് IR. ഇതെന്ന് തന്നെ മനസ്സിലാവും EMF ഗ്രേറ്റർ ആണ്, വോൾട്ടേജ് കുറവാണ്. അപ്പോൾ ഈ രണ്ട് എക്സ്പ്രഷൻ വെച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് ആദ്യമായിട്ട് അറിയേണ്ടത്. പൊട്ടൻഷ്യോമീറ്ററിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കാണുമ്പോൾ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്ററും അറിയണം, ദ എക്സ്പ്രഷൻ വിച്ച് കണക്ടിങ് വോൾട്ടേജ് ആൻഡ് EMFും അറിയണം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ അറിഞ്ഞു നമുക്ക് ഇനി സർക്യൂട്ടിലേക്ക് നേരിട്ട് കിടക്കാം. സോ ദിസ് ഇസ് എ സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ട് ഡയഗ്രാമാണ് A to C. ഇതാണ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത്. A to C ഇതൊരു പൊട്ടൻഷ്യോമീറ്റർ മാർക്ക് ചെയ്യും. ഇവിടെ 1 2 3 4 5 6 റോസ് ഓഫ് വയറേഴ്സ് ഉള്ളത്. മോസ്റ്റ്ലി നമ്മൾ സ്കൂൾസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ 10 മീറ്റർ വയറാണ് ഉണ്ടാവുക. അപ്പോൾ AC ആണ് പൊട്ടൻഷ്യോമീറ്റർ. K1 ആൻഡ് K2 ബോത്ത് ആർ വൺ വേ കീസ്. ആൻഡ് എലിമിനേറ്റർ ഉണ്ട്, റിയോസ്റ്റാറ്റ്. എന്താണ് സ്റ്റാൻഡേർഡ് ഒരു സെല്ലാണ്. ഈ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് നമ്മൾ കാണുന്നത്. ആൻഡ് ദിസ് ഇസ് റെസിസ്റ്റൻസ് ബോക്സ് ആൻഡ് ദിസ് ഇസ് ഗാലോമീറ്റർ ആൻഡ് ജോക്കി. അപ്പോൾ ഓരോ കോമ്പണൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഫസ്റ്റ് വൺ, അപ്പാരറ്റസിലെ പൊട്ടൻഷ്യോമീറ്റർ. അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്കറിയാം ഈ A എന്ന പോയിന്റ് ചൂസ് ചെയ്യാൻ കാരണം ഇത് വയറാണ്. അപ്പോൾ ഇത് A ആക്കി എടുക്കാം, ഇതും A ആക്കി എടുക്കാം. കാരണം ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇത് 0 ആണ്. 1 2 3 4 5 6 ഇങ്ങനെ പോയി ഇവിടെ എത്തുമ്പോൾ 100 ആവും. ഇതും 100, 101 102 103 104 ഇങ്ങനെ വന്ന് ഇവിടെ 200, ഇതും 200, 201 202 203 ഇങ്ങനെ പോയി 300, ദെൻ ഇങ്ങനെ വന്ന 400, ദെൻ 500. അപ്പോൾ ഈ റീഡിങ്സ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം അതുപോലെ മെഷർമെന്റ് എടുക്കും. കാരണം നൾ ഡിഫ്ലക്ഷൻ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് വെച്ചു, എന്നിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊണ്ടുവരുത്, ഇവിടെ വെക്കുക.
പിന്നെ ഇവിടെയും വെക്കുക. അപ്പോൾ രണ്ട് ഭാഗത്തും വെച്ച് കഴിഞ്ഞാൽ ഒരേ സൈഡ് ഡിഫ്ലക്ഷൻ ആണ്, പിന്നെ ഈ ഭാഗത്ത് നോക്കേ വേണ്ട. അപ്പോൾ പിന്നെ അടുത്തിവിടെ വെക്കുക. പിന്നെ അപ്പോൾ ഒരു വൺ സൈഡാണ് പിന്നെ നോക്കണം. അപ്പോൾ അടുത്ത് ഇവിടെ വെക്കുക. ഇവിടെ വെച്ച് ഡിഫ്ലക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ വയറിൽ മാത്രം നോക്കിയാൽ മതി നമുക്ക് നൾ ഡിഫ്ലക്ഷൻ പോയിന്റ്. അപ്പോൾ അങ്ങനെയൊക്കെ ഈ എക്സ്പെരിമെന്റ് എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ ഈ എ എന്ന പോയിന്റ് ഫിക്സ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ എ എന്ന പോയിന്റ് ഉണ്ട്, രണ്ട് പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെയാണോ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യുന്നത് അത് എ ആണ്. അപ്പോൾ ഇവിടെയും കണക്ട് ചെയ്യുക, ഇവിടെയും കണക്ട് ചെയ്യുക. പക്ഷെ നിങ്ങൾ എവിടെയാണോ കണക്ട് ചെയ്തത് അതിൻ്റെ എ ആക്കി എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ പോസിറ്റീവ് ടെർമിനൽ കണക്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ. അപ്പോൾ ഇവിടെ നമ്മൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, അപ്പാരറ്റസിൽ ഫസ്റ്റ് വൺ പൊട്ടൻഷ്യോമീറ്റർ, ഇതാണ് പൊട്ടൻഷ്യോമീറ്റർ. 10 മീറ്റർ വയർ ഉണ്ട്. റീഡിങ്സ് നമുക്ക് ഇവിടെ നിന്ന് ഈ സ്കെയിലിൽ കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ 0 1 2 3 തന്നെ പോകും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 1 2 3, അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരിക. അങ്ങനെ ലാസ്റ്റ് ഇവിടെ എത്തുമ്പോൾ 1000 ആവും, ദാറ്റ് ഈസ് 10 മീറ്റർ. ഇങ്ങനെയാണ് പൊട്ടൻഷ്യോമീറ്ററിലെ റീഡിങ്സ് എന്ത് ചെയ്യുക വരിക. അപ്പോൾ റീഡിങ്സ് എടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് നെക്സ്റ്റ് അപ്പാരറ്റസ് ഈസ് എലിമിനേറ്റർ. നമുക്ക് വേണ്ടത് DC സോഴ്സ് ആണ്. അപ്പോൾ ഈ DC സോഴ്സ് നമുക്ക് 2 വോൾട്ട് 4 വോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ DC സോൾട്ട് ഇത് പോസിറ്റീവ് വൺ ആൻഡ് ബ്ലാക്ക് വൺ ഈസ് നെഗറ്റീവ്. അപ്പോൾ ഇത് എലിമിനേറ്റർ ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റിയോസ്റ്റാറ്റ്. റിയോസ്റ്റാറ്റ് ശ്രദ്ധിക്കണം. റിയോസ്റ്റാറ്റിൽ പൊതുവെ 3 കണക്ഷൻസാണ് വരിക. അതായത് താഴെ 2 കണക്ഷൻസ് ഇങ്ങനെ ഉണ്ട്, മേലൊരു കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ മോസ്റ്റ്ലി ചില സർക്യൂട്ട് ഡയഗ്രാംസിൽ അപ്പ് ആരോ കാണിച്ചിട്ടാം. അപ്പോൾ അപ്പ് ആരോ കാണിച്ചിട്ട് അത് മേലെ തന്നെ കണക്ട് ചെയ്യണം. ഇത് രണ്ടും നമുക്ക് എവിടെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഈ സ്ലൈഡ് ബാർ മാറുന്ന അനുസരിച്ച് റെസിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കുക. സോ ദിസ് ഇസ് റിയോസ്റ്റാറ്റ്. മോസ്റ്റ്ലി പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് 2 കണക്ഷൻസേ വരുള്ളൂ. നേരെ മറിച്ച് ഇതൊരു PN ജംഗ്ഷൻ ഡയോഡ്സിലോ അല്ലെങ്കിൽ വേറെ സർക്യൂട്ട്സിൽ മാത്രമേ 3 കണക്ഷൻസ് വരുള്ളൂ. മോസ്റ്റ്ലി പൊട്ടൻഷ്യോമീറ്ററിലൊക്കെ ചെയ്യുമ്പോൾ 2 കണക്ഷൻസേ വരാറുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഈ ഒരു പോയിന്റ് ഫ്രീ ആക്കി വിടും. നെക്സ്റ്റ് അപ്പാരറ്റൈസ് ഈസ് കീ, വൺ വേ കീ. നമ്മളിവിടെ 2 ഭാഗത്തും ഉപയോഗിക്കുന്ന വൺ വേ കീ ആണ്. ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് 2 വേ കീ ഡിസ്കസ് ചെയ്തിട്ടാണ്. പക്ഷേ ഈ എക്സ്പെരിമെന്റിൽ K1 K2 വൺ വേ കീ തന്നെയാണ്. സോ വൺ വേ കീ. അപ്പോൾ കീ ഇട്ട് കഴിഞ്ഞാൽ സർക്യൂട്ട് ക്ലോസ്ഡ് ആണ്, കീ എടുത്തു കഴിഞ്ഞാൽ സർക്യൂട്ട് ഓപ്പൺ ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റെസിസ്റ്റൻസ് ബോക്സ്. റെസിസ്റ്റൻസ് ബോക്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. റെസിസ്റ്റൻസ് ബോക്സിൽ 1 2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, 50 20 എന്നൊക്കെ മാർക്ക് ചെയ്യുക. അപ്പോൾ എത്ര റെസിസ്റ്റൻസ് ആണ് വേണ്ടത് അത് എടുക്കുക. അപ്പോൾ ഈ 50 ഈ കീ എടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം 50 ഓം ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നർത്ഥം. കീന് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് ബോക്സ്, ഇവിടെയാണ് റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്യുക. സോ ദിസ് ഇസ് റെസിസ്റ്റൻസ് ബോക്സ്. ആൻഡ് ദിസ് ഇസ് 2 സെൽസ്. ഇത് ഡാനിയൽ സെല്ലാണ്, ഇത് ലെഗ്രാഞ്ച് സെല്ലാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് സെല്ല് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സെല്ല് ഉപയോഗിച്ച് സ്റ്റാൻഡേർഡ് സെല്ല് ഉപയോഗിച്ചിട്ട് അത് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഡാനിയൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, ലെഗ്രാഞ്ചിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഡാനിയൽ ഉപയോഗിക്കുമ്പോൾ ഈ കോപ്പർ പ്ലേറ്റ് ആണ് എന്ത് ഡാനിയലിൻ്റെ പോസിറ്റീവ്. ദിസ് ഇസ് പോസിറ്റീവ്. നേരെ ലെഗ്രാഞ്ച് സെല്ലാകുമ്പോൾ ഇതാണ് പോസിറ്റീവ്, ഈ പോറസ് പോർട്ട് ഇതാണ് പോസിറ്റീവ്. ഇനി നെഗറ്റീവ് ആണെങ്കിൽ രണ്ടിലും സിങ്ക് റോഡ്, ഇതാണ് നെഗറ്റീവ് ആൻഡ് ദിസ് ഇസ് നെഗറ്റീവ്. അപ്പോൾ 2 നെഗറ്റീവ്സ് ഇതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സെൽ ഉപയോഗിച്ചാൽ മതി. കമ്പാരിസൺ ഓഫ് 2 EMF. ലാസ്റ്റ് ക്ലാസ് നമ്മൾ 2 സെൽ ഉപയോഗിച്ചു. ഇവിടെ നമുക്ക് ഒരു സെല്ലിൻ്റെ EMF ആണ് കാണുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സെൽ ഉപയോഗിക്കുക. സെല്ലൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഡാനിയൽ സെല്ലാണെങ്കിൽ കോപ്പർ ആണ് പോസിറ്റീവ്, ഇതിലെ പോറസ് പോർട്ടാണ് പോസിറ്റീവ് വരിക. ഇനി നെഗറ്റീവ്സ് ആണെങ്കിൽ ഈ ലെഗ്രാഞ്ച് സെല്ലും സിങ്ക് റോഡാണ്, ഇനി ഡാനിയൽ സെല്ലിലും സിങ്ക് റോഡ്സ് ആണ് നെഗറ്റീവ്. ഇതിൽ ഏതെങ്കിലും ഒരു സെല്ല് നമുക്ക് എന്ത് ചെയ്താൽ സർക്യൂട്ടിൽ കണക്ട് ചെയ്താൽ മതി. ആൻഡ് നെക്സ്റ്റ് വൺ ഗാലോമീറ്റർ. ഗാലോമീറ്റർ ശ്രദ്ധിക്കുക, 2 ഭാഗത്തേക്ക് ഡിഫ്ലക്ഷൻ ഉണ്ടാവും. 0 ആണ് അതിൻ്റെ പോയിന്റിങ് ഉണ്ടാവുക. ഇനി സർക്യൂട്ട് കണക്ട് ചെയ്തതിന് ശേഷം A എന്ന പോയിന്റിൽ വെക്കുമ്പോൾ ഈ നീഡിൽ ഇങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും, C എന്ന പോയിന്റിൽ വെക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിഫ്ലക്ട് ചെയ്യും. ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്ത സർക്യൂട്ട് ശരിയാണ് തെറ്റില്ല എന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണ് സർക്യൂട്ട് ഡയഗ്രാം എന്നുള്ളത് ചെക്ക് ചെയ്യുക. സോ ദിസ് ഇസ് ഗാലോമീറ്റർ. അതുപോലെ തന്നെ മെഷർമെന്റ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ റെസിസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. റെസിസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എന്ത് ചെയ്യും, ഗാലോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കില്ല, 0 ഡിഫ്ലക്ഷൻ കാണിക്കും. അതാണ് നൾ പോയിന്റ്. ക്ലിയർ. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ ഇസ് ജോക്കി. ജോക്കിയാണ് N2 N1 എന്ന് മാർക്ക് ചെയ്ത് ജോക്കിയാണ്. നമ്മൾ ഈ ജോക്കി കൊണ്ട് എങ്ങനെ മൂവ് ചെയ്യുക ആണ്. അപ്പം നമ്മൾ റീഡിങ്സ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ജോക്കി ഓർ N1 and N2. അപ്പോൾ ഇത് ഇത്രയാണ് അപ്പാരറ്റസിൽ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വിത്ത് പ്രൊസീജിയർ നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് എക്സ്പെരിമെന്റ് ചെയ്യുക. അപ്പോൾ സർക്യൂട്ട്സ് എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞു. സർക്യൂട്ട്സ് കണക്ട് ചെയ്തതിന് ശേഷം K1 എന്ന കീ ക്ലോസ് ചെയ്യും. കാരണം ഇത് പ്രൈമറി സർക്യൂട്ട്സ് ആണ്. പൊട്ടൻഷ്യോമീറ്റർ ചെയ്യുമ്പോൾ പൊതുവേ ഉണ്ടാകുന്ന സർക്യൂട്ട് ഇത് പ്രൈമറി സർക്യൂട്ട്സ് ആണ്. ദിസ് വൺ ഈസ് സെക്കൻഡറി സർക്യൂട്ട്. അപ്പോൾ 2 സർക്യൂട്ട്സ് ആണ്. ദിസ് ഇസ് പ്രൈമറി സർക്യൂട്ട് ആൻഡ് ദിസ് ഇസ് സെക്കൻഡറി സർക്യൂട്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് പ്രൈമറി സർക്യൂട്ട്സ് കണക്ട് ചെയ്തിട്ട് K2 ഓപ്പൺ ആക്കുക, A എന്ന പോയിന്റിൽ വെക്കുക, C എന്ന പോയിന്റിൽ വെക്കുക. ഓപ്പോസിറ്റ് സൈഡ് ഡിഫ്ലക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ സർക്യൂട്ട് ഓക്കെ ആണ്. ദെൻ K2 ക്ലോസ് ചെയ്യുക, എന്നിട്ട് C ചെക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ ആണെങ്കിൽ ഈ ഒരു സർക്യൂട്ടും ഈ ഒരു കണക്ഷൻസും ഓക്കെ എന്ന് മനസ്സിലായി. അപ്പോൾ ഇനി നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ K2 എന്ന കീ ഓപ്പൺ ആക്കി വെക്കുക. ഈ K2 ഓപ്പൺ ആക്കി വെക്കുക എന്ന് പറയുന്നതിന് അർത്ഥം അവിടെ എന്ത് റെസിസ്റ്റൻസ് ബോക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നർത്ഥം.
ദാറ്റ് മീൻസ് ഓപ്പൺ സർക്യൂട്ട് പോലെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന EMF ആ കിട്ടുക. അതായത് ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ K2 എന്ന കീ ഓപ്പൺ. സോ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും EMF പ്രൊപ്പോർഷണൽ ടു L1. അപ്പോൾ EMF എന്ന് കിട്ടാൻ കാരണം നമ്മൾ ഈ സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. നമ്മളിനി ഈ റെസിസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത സമയത്ത് നമ്മൾ ഇങ്ങനെ പോയിന്റ് എ എന്ന് വെക്കും, ബി ഇവിടെ വെക്കും, ഓരോ പോയിന്റിൽ വെക്കും. അപ്പോൾ ഏത് പോയിന്റിലാണോ ഓപ്പോസിറ്റ് ആയിട്ട് ഡിഫ്ലക്ഷൻ വരുന്നത് ആ പോയിന്റിൽ നമ്മൾ ഇങ്ങനെ നീക്കി ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഗാലനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കും. ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ബാലൻസ് ലെങ്ത്. അപ്പോൾ ഫസ്റ്റ് ബാലൻസ് ലെങ്ത് EMF എന്ന് പറയാൻ കാരണം അപ്പോൾ നമുക്ക് ഈ ഓപ്പൺ സർക്യൂട്ട് ആണ്. അപ്പോൾ നമുക്കറിയാം ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഇൻ ഓപ്പൺ സർക്യൂട്ട് ഈസ് നോൺ ആസ് EMF. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ EMF പ്രൊപ്പോർഷണൽ ടു L1 എഴുതാൻ കാരണം. അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കണം, K2 ഓപ്പൺ ആണ്. K2 ഓപ്പൺ മീൻസ് വിത്തൗട്ട് ഇൻട്രൊഡ്യൂസിങ് ദ റെസിസ്റ്റൻസ്. അതായത് റെസിസ്റ്റൻസ് ബോക്സ് സർക്യൂട്ടിൽ വരുന്നതേ ഇല്ല. അവിടെ എന്ത് റെസിസ്റ്റൻസ് ഇട്ടാലും സർക്യൂട്ടിൽ വരില്ല. അപ്പോൾ വിത്തൗട്ട് ഇൻട്രൊഡ്യൂസിങ് ദ റെസിസ്റ്റൻസ് R. അപ്പോൾ ഇതിൽ EMF ഈസ് ഈക്വൽ ടു 5 മീൻസ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ദാറ്റ് മീൻസ് എന്താണ്, പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയും, വോൾട്ട് പെർ മീറ്റർ ആണ് അതിന്റെ യൂണിറ്റ്. സോ EMF ഈസ് ഈക്വൽ ടു 5L1. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ നമുക്ക് K2 ഓപ്പൺ ആയിട്ടുള്ള കാര്യം കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, K2 ക്ലോസ്ഡ്. അപ്പോൾ ഈ K2 എന്ന സർക്യൂട്ട് ഇത് ക്ലോസ് ചെയ്യും. K1 എപ്പോഴും ക്ലോസ്ഡ് ആവണം, കാരണം ഇത് പ്രൈമറി സർക്യൂട്ട് ആണ്. ഈ സർക്യൂട്ട് ആണ് ഇതിന് വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് എപ്പോഴും ക്ലോസ്ഡ് ആവണം. K2 ക്ലോസ്ഡ് ആകുമ്പോൾ നമുക്കറിയാം റെസിസ്റ്റൻസ് വന്നു. റെസിസ്റ്റൻസ് വരുമ്പോൾ അത് ക്ലോസ് സർക്യൂട്ടായി. അപ്പോൾ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് ആണ്. അപ്പോൾ കിട്ടുന്ന ബാലൻസ് ലെങ്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ K2 ക്ലോസ് ചെയ്യും, വീണ്ടും ജോക്കി ഇങ്ങനെ മൂവ് ചെയ്യും വയറോടെ. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ സീറോ ഡിഫ്ലക്ഷൻ കിട്ടും. സീറോ ഡിഫ്ലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ആ പോയിന്റ് ആണ് നൾ ഡിഫ്ലക്ഷൻ പോയിന്റ്. ബട്ട് അപ്പോൾ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് ക്ലോസ് സർക്യൂട്ട്. സോ വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു L2, സെക്കൻഡ് ബാലൻസ് ലെങ്ത്. അതിനർത്ഥം എന്താണ്, K2 ക്ലോസ്ഡ് ആണ്. ആദ്യം K2 ഓപ്പൺ ആയിരുന്നു. അപ്പോൾ K2 ക്ലോസ്ഡ് മീൻസ് വിത്ത് ഇൻട്രൊഡ്യൂസിങ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെസിസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം ഈ റെസിസ്റ്റൻസ് ബോക്സിൽ നമ്മൾ എത്ര കീ എടുക്കുന്നോ അതിന് കറസ്പോണ്ടിങ് ആയ റെസിസ്റ്റൻസ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നർത്ഥം. അപ്പോൾ നമുക്ക് കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ലെങ്ത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ സെക്കൻഡ് ഇക്വേഷൻ ഈസ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 5, ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്, ഓർ വി ക്യാൻ സേ ദാറ്റ് പൊട്ടൻഷ്യൽ constant of the potentiometer. So V equal to 5L2. So L2 is the second balancing length. Second balancing length പറയുമ്പോൾ when resistance is introduced, or we can say K2 is closed. അപ്പോൾ നമുക്ക് റീഡിംഗ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഈ റീഡിങ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊസീജിയേഴ്സ് ചെയ്ത് കഴിഞ്ഞു. ഈ റീഡിങ്സ് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ രണ്ട് ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞു. ആ രണ്ട് ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്യാം. സോ ഫസ്റ്റ് ഇക്വേഷൻ EMF equal to 5L1 and voltage is equal to 5L2. അപ്പോൾ ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ 1/RHS divided by RHS, LHS divided by LHS. അപ്പോൾ ഇതിൽ 5 ക്യാൻസൽ ആയി പോകും. സോ എക്സ്പ്രഷൻ become EMF by V equal to L1 by L2, where L1 means without introducing R, that is K2 open, and L2 means with introducing R, that means K2 closed. So first balance length and second balance length. സോ ഇതിൽ നമ്മൾ ഇനി ചെയ്യുന്നത്, നമുക്ക് EMFന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. EMF എന്ന് പറയുന്നത് വോൾട്ടേജിനെക്കാളും വലുതാണ്. എത്രമാത്രം വലുതാണ്, ഇന്റേണൽ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജും കൂടി കൂട്ടിയാൽ മാത്രമാണ് EMF കിട്ടുക. അതാണ് V+IR എന്ന് പറയാൻ കാരണം. V equal EMF minus IR എന്ന് പറഞ്ഞ പോലെ V+IR ആണ് EMF. അപ്പോൾ EMFന് V+IR എന്ന് കൊടുത്തു. സോ V+IR by V equal to L1 by L2. നെക്സ്റ്റ് ഓംസ് ലോ നമുക്കറിയാം V equal to IR. സോ IR plus IR by IR equal to L1 by L2. ഇനി നമുക്ക് I take it outside. സോ I into R plus R by IR equal to L1 by L2. ഇനി I ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ R plus R by capital R is equal to L1 by L2. ഇനി R by R is equal to small r by R is equal to L1 by L2. So R by R എന്ന് പറയുന്നത് 1 ആണ്. So 1 plus R by R equal to L1 by L2. So നമുക്ക് ഇക്വേഷൻ കിട്ടി 1 plus R by R equal to L1 plus L2. നമുക്ക് വേണ്ടത് സ്മോൾ r ആണ്. അപ്പോൾ സ്മോൾ r കിട്ടാൻ വേണ്ടി നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം, R by R is equal to L1 by L2 minus 1. So small r is equal to capital R into L1 by L2 minus 1, or we can say small r equal to capital R into L1 minus L2 divided by L2. അപ്പോൾ L1 എന്ന് പറയുന്നത് ഫസ്റ്റ് ബാലൻസ് ലെങ്ത് ആണ്, ദാറ്റ് ഇസ് K2 ഓപ്പൺ, ആൻഡ് L2 എന്ന് പറയുന്നത് സെക്കൻഡ് ബാലൻസ് ലെങ്ത് ആണ്, K2 is closed. അതിനർത്ഥം L1 കാണുന്നത് വിത്തൗട്ട് ഇൻട്രൊഡ്യൂസിങ് ദ റെസിസ്റ്റൻസ് R, L2 എന്ന് പറയുന്നത് വിത്ത് ഇൻട്രൊഡ്യൂസിങ് റെസിസ്റ്റൻസ് R. അപ്പോൾ L2 ചെയ്യുമ്പോൾ നമ്മൾ ഏത് റെസിസ്റ്റൻസ് ആണ് അവിടെ ഇട്ടിരിക്കുന്നത്, അതാണ് ക്യാപിറ്റൽ R. R means external resistance and small r is internal resistance. അപ്പോൾ ഇവിടുന്ന് എന്തൊരു കൺക്ലൂഷൻ നമുക്ക് കിട്ടുന്നത്, the internal resistance depends on the external resistance. That means external resistance കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, internal resistanceും ഒരു സെല്ലിന്റെ കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ കൺക്ലൂഷൻ വരുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലർ R റീഡിങ്സ് എടുക്കുന്ന ഒരു മീൻ വാല്യൂ എടുത്ത് കാണാറുണ്ട്. അത് നല്ലൊരു ലോജിക് അല്ല.
കാരണം ഇവിടെ ഇക്വേഷൻ പ്രകാരം നമുക്കറിയാം നമ്മൾ ക്യാപിറ്റൽ ആർ കൂട്ടുന്തോറും നമ്മുടെ സ്മോൾ ആർ കൂടി വരും, ഒരു കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് കിട്ടുന്നില്ല. ദാറ്റ് മീൻസ് ദ കൺക്ലൂഷൻ ഇതാണ്, ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ ഈസ് ഡിപ്പെൻഡ്സ് ഓൺ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് എന്ത് കൂടി വരും, ഇന്റേണൽ റെസിസ്റ്റൻസും കൂടി വരും. അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിന്റെ കൺക്ലൂഷൻ. അപ്പോൾ ഇതോടെ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ടോപ്പിക്കിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയോടുകൂടി മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന പുതിയ ഒരു ടോപ്പിക്കിലേക്കാണ് സ്വിച്ച് ഓൺ ചെയ്യാൻ പോകുന്നത്. ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ ടു യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, ഫീൽ ഫ്രീ ആസ്ക് ടു ത്രൂ കമന്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.